തൃശൂരിലെ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ വിവാദ പ്രസംഗത്തിൽ ഇന്ന് നടപടി ഉണ്ടായേക്കും. ഇന്നലെയാണ് സുരേഷ് ഗോപി തൃശൂർ കളക്ടർക്ക് വിശദീകരണം നൽകിയത്. സുരേഷ് ഗോപിയുടെ പ്രസംഗം ചട്ടലംഘനമാണെന്നായിരുന്നു മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ പ്രാഥമിക വിലയിരുത്തൽ. വി അരുൺ ചേരുന്നു. അരുൺ, ഇത് സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥി സംബന്ധിച്ചിടത്തോളം എത്രത്തോളം നിർണായകമായ ഒരു തീരുമാനമായിരിക്കും? കടുത്ത നടപടികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? എന്താണ് തെരഞ്ഞെടുപ്പ് ഓഫീസറുമായി ബന്ധപ്പെടുമ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ? രഞ്ജിത്ത്, സുരേഷ് ഗോപിയുടെ ചട്ടലംഘനമാണെന്ന് നേരത്തെ തന്നെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വിലയിരുത്തിയിരുന്നു. ഇന്നലെ സുരേഷ് ഗോപി ജില്ലാ കളക്ടർ നൽകിയ മറുപടിയിൽ താൻ ചട്ടലംഘനം നടത്തിയിട്ടില്ല എന്ന വിശദീകരണമാണ് നൽകിയത്. പക്ഷെ എത്രത്തോളം ഇത് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറും കളക്ടർ മുഖവിലേക്കെടുക്കുമെന്ന് അറിയേണ്ടതുണ്ട്. കാരണം നേരത്തെ തന്നെ അദ്ദേഹം നിലപാട് വ്യക്തമാക്കിയിരുന്നു. കഴിഞ്ഞ ദിവസം സമാനമായ ഒരു വിഷയത്തിൽ മന്ത്രി കടകംപള്ളി സുരേന്ദ്രന് താക്കീത് നൽകിയിരുന്നു മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. അതും ദൈവത്തിന്റെ പേര് ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയതാണ്. സമാനമായ ഒരു കുറ്റമാണ് സുരേഷ് ഗോപിയുടെ പേരിലും തെളിയിക്കപ്പെടുന്നത്. അദ്ദേഹത്തിനും താക്കീതടക്കമുള്ള നടപടികൾ ഉണ്ടായേക്കും. മറ്റു കടുത്ത നടപടികളിലേക്ക് ഈ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കടക്കാനിടയില്ല. ഏതായാലും കളക്ടർ റിപ്പോർട്ടിലൂടെ അടിസ്ഥാനത്തിലാകും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ അന്തിമ നടപടി. രഞ്ജിത്ത്, വി ആണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവച്ചത്. സുരേഷ് ഗോപിക്കെതിരെയും നടപടി ഉണ്ടായേക്കും. അത് പക്ഷേ കടുത്ത നടപടി ആയിരിക്കില്ല. ചട്ടങ്ങൾ ലംഘിച്ചുവെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ കണ്ടെത്തിയ സാഹചര്യമുണ്ട്. അയ്യപ്പന്റെ നാമത്തിൽ, ശബരിമലയുടെ നാമത്തിൽ വോട്ട് അഭ്യർത്ഥിച്ചു തൃശൂർ തേക്കിൻകാട് മൈതാനത്ത് നടന്ന പ്രസംഗത്തിലെന്നാണ് സുരേഷ് ഗോപിക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ കണ്ടെത്തിയ കുറ്റം. വരണാധികാരി സംബന്ധിച്ച റിപ്പോർട്ട് സുരേഷ് ഗോപിക്ക് പ്രതികൂലമായി നൽകുകയും ചെയ്തിരുന്നു. തുടർന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നടപടി ഉണ്ടാകും എന്ന സൂചന നൽകിയത്. ഏറ്റവും പുതിയ വിവരങ്ങളാണ് പങ്കുവച്ചത് വി അരുൺ.